ഹായ്. ഇത് PPTV ചാരിറ്റബിൾ സൊസൈറ്റി തങ്ങളുടെ ഡോണേഴ്സിന് നൽകുന്ന പ്രതിമാസവും നൽകാമെന്നുദ്ദേശിക്കുന്ന ഗിഫ്റ്റിൻ്റെ ആദ്യ നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. നമ്മളുടെ ക്യാമ്പയിനേഴ്സ്, ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ക്യാമ്പയിനേഴ്സ് നിങ്ങളെ സമീപിക്കുമ്പോൾ അവരിൽ നിന്ന് ഒരു റെസിപ്റ്റ് സ്വീകരിക്കാറുണ്ട്. ആ റെസിപ്റ്റ് പ്രകാരം ഓരോ ആഴ്ചയിലും 3 പേർക്ക് ഗിഫ്റ്റ് നൽകുന്നു. അതോടൊപ്പം തന്നെ ഓരോ മാസവും നമുക്ക് കൃത്യമായി റെസിപ്റ്റ് അയച്ചു തരുന്നവരെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു 3 പേർക്ക് കൂടി കൊടുക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഭിന്നശേഷിയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സാണ് ഇതിൽ വരിക. ഇതിൽ നറുക്കെടുക്കുമ്പോൾ ആദ്യത്തെ നമ്പറിന് ഈ ഒരു ടേബിൾ മാറ്റായിരിക്കും ലഭിക്കുക, സെക്കൻഡിന് ഇത് ലഭിക്കും, തേർഡിന് ഈ ഒരു പീസ്. ഇതിൽ 6 ടേബിൾ മാറ്റാണ് വരുന്നത്. വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ എന്തായാലും നറുക്കെടുപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മളുടെ കോർഡിനേറ്റർ, അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള പ്രിൻസ് തോമസ് ആണ് നറുക്കെടുക്കുന്നത്. നമ്പർ ഇതിൽ നിന്ന് 3 പേരെയാണ് ചൂസ് ചെയ്യുന്നത്. നമ്പർ വ്യക്തമല്ല, ആരാണ് എന്താണ് എങ്ങനെയൊന്നും നമുക്ക് വ്യക്തമല്ല. എന്തായാലും നമ്പർ അനുസരിച്ചായിരിക്കും നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യുകയും ഈ ഗിഫ്റ്റ് അവരെ ഏൽപ്പിക്കുകയും ചെയ്യുക. ഇതിൽ ആദ്യത്തെ ആളുടെ നമ്പർ 257. 257 ഈ ഒരു ടേബിൾ മാറ്റ് ആയിരിക്കും ലഭിക്കുക. അടുത്ത ആളെ നോക്കുകയാണ്. ഇത് ആദ്യ മാസത്തെ നറുക്കെടുപ്പാണ്. ഡോണേഴ്സിന് ഓരോ ആഴ്ചയിലും നൽകുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം കൂടി നമ്മൾ കൊണ്ടുവരികയാണ്. മാക്സിമം നമ്മുടെ ഭിന്നശേഷികളോട് നിർമ്മിക്കുന്ന പ്രോഡക്ട്സ് അവരുടെ കൈകളിലേക്ക് എത്തുക എന്നുള്ളതാണ് 678 ഉദ്ദേശിക്കുന്നത്. 678 ഈ ഒരു മാറ്റാണ് ലഭിക്കുക. എന്തായാലും നമ്മൾ ഡോണേഴ്സ്, ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള നമ്മൾ ഡോണേഴ്സ് വരുന്നതനുസരിച്ച് നിങ്ങളവർ ഡൊണേഷൻസ് നൽകുക. അതിനനുസരിച്ച് റെസിപ്റ്റ് കൃത്യമായി നമുക്ക് വാട്സപ്പ് ചെയ്യുക. അതിൽ നിന്നുള്ളവരെയാണ് ഈ 3 പേരെ സെലക്ട് ചെയ്യുന്നത്. കോമൺ ആയിട്ട് എല്ലാവരെയും നമ്മൾ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 166 മൂന്നാമത്തെ മാറ്റും ലഭിക്കും. എന്തായാലും നറുക്കെടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇത് നിങ്ങളെ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് കൈമാറുന്നതായിരിക്കും. സദയം സ്വീകരിക്കുക, സഹകരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.